വയനാട്ടിലെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് നെല്ലാറച്ചാൽ. കാരാപ്പുഴ അണക്കെട്ടും പുൽമേടുമെല്ലാം നിറമുള്ള കാഴ്ചയാണ്. പക്ഷേ അടുത്തിടെയായി ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. അഭ്യാസ പ്രകടനമാണ് ഇതിന് കാരണം. ഇന്ന് രാവിലെ 6 മണിക്കാണ് അപകടം. 5 നാദാപുരം സ്വദേശികൾ ജീപ്പിലെത്തുകയും വ്യൂ പോയിന്റിന് മുകളിൽ വീഡിയോ ചിത്രീകരണം നടത്തുകയുമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനിടയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് അണക്കെട്ടിലേക്ക് മറിഞ്ഞു. ഇവിടെ ഒരു നോട്ടമില്ലാത്തൊരവസ്ഥ കുറെ കാലങ്ങളായിട്ട് ആരും നോക്കുന്നില്ല. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ മറിഞ്ഞത് അങ്ങനെ തന്നെയല്ലേ. പോലീസുകാർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലത്തെ. കാരാപ്പുഴ പദ്ധതി പ്രദേശം വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ പുറത്ത് മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. തൊഴിലില്ലായ്മ ഉള്ളത് ഒരു വശം. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള അപകടങ്ങളും കൂടി സംഭവിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ സാഹസിക പരിപാടികളാണ് കൂടുതലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസം മുമ്പാണ് ഇവിടെ ട്രാക്ടർ അഭ്യാസ പ്രകടനത്തിനിടെ അപകടത്തിൽപ്പെട്ടത്. അപകടങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഉന്നതികളിലേക്ക് ഒഴികെയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി കാരാപ്പുഴ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. നമ്മൾ എന്താണെന്ന് വെച്ചാൽ എൻട്രൻസിൽ തന്നെ വാഹനങ്ങൾ കടക്കാത്ത രീതിയിൽ നിലവിൽ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യാനാണ് പ്ലാൻ. ആ സമയത്ത് നമ്മൾ ആദിവാസി ഉന്നതികളുണ്ട് അവിടെ, അവർക്ക് യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജും ഇല്ലാത്ത രീതിയിൽ നമ്മളത് ഡീൽ ചെയ്യും. അപകടത്തിനിടയാക്കിയ ജീപ്പിൽ ഉണ്ടായിരുന്ന 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്തേക്ക് സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇറിഗേഷൻ വകുപ്പ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നിലവിൽ ഞായറാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും റോഡ് തന്നെ ബ്ലോക്ക് ആവുക ഇവിടെ. അതുമാത്രം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കാണാൻ. ഇത് നല്ലൊരു പ്ലേസ് ആയതുകൊണ്ട് അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വേണം. ഒന്നിലിവിടെ അതിനുള്ള ആളെ നിർത്തണം, ഇവിടെ സെക്യൂരിറ്റിമാർ വേണം, പിന്നെ ഇത് നിയന്ത്രിക്കാനുള്ള സെക്യൂരിറ്റി വേണം. നമ്മളവസ്ഥ പറഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് അനുവദിക്കാൻ പാടില്ല. അനുവദിക്കാൻ നിയന്ത്രണം വേണം, അല്ലാതെ വെറുതെ അനുവദിച്ചിട്ട് കാര്യമില്ല. അപകടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിന്നും തുടങ്ങില്ല കുറേ ആയി. ഈ ആൾ മരിച്ചാൽ മാത്രമേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അതുവരെ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ട് എടുക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പിനെ അറിയിച്ചു, വെളുപ്പിനെ തന്നെ അറിയിച്ച് അവർ എല്ലാവരും എത്തിയിട്ടുണ്ട്. AXC ഒക്കെ എത്തിയിട്ടുണ്ട്. അവർ മൊത്തം വെയിലിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വാഹനം കടത്തി വിടാതെ തന്നെ അവർ തീരുമാനമായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നാടിന് വരുന്ന ഒരു ദോഷം നമുക്ക് മാറ്റുക, അതാണ് നമ്മുടെ ലക്ഷ്യം.